എല്ലാ കൂട്ടുകാർക്കും ടെക്സ് ആൻഡ് ക്വിസ് യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ജൂലൈ 5 ബഷീർ ദിനത്തോടനുബന്ധിച്ച് ക്വിസ് മത്സരങ്ങളിൽ ഉറപ്പായും ചോദിക്കാൻ സാധ്യതയുള്ള ചില ചോദ്യോത്തരങ്ങളുമായിട്ടാണ് നമ്മൾ കൂട്ടുകാർക്ക് മുമ്പിൽ എത്തിയിട്ടുള്ളത്. വീഡിയോ കാണുന്നതിന് മുമ്പ് എല്ലാ കൂട്ടുകാരും വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യാൻ കൂടി ശ്രദ്ധിക്കുക. ഒന്നാമത്തെ ചോദ്യം, ബഷീറിൻ്റെ ജീവചരിത്ര കൃതിയുടെ പേര് എന്താണ്? ഉത്തരം ബഷീറിൻ്റെ ഐരാവതങ്ങൾ. ബഷീറിൻ്റെ മരണശേഷം പ്രസിദ്ധീകരിച്ച നോവൽ ഏതാണ്? ഉത്തരം പ്രേംപാറ്റ. ബഷീർ ഒരേ ഒരു നാടകമേ എഴുതിയിട്ടുള്ളൂ. ആ നാടകത്തിൻ്റെ പേര് എന്താണ്? ഉത്തരം കഥാബീജം. നാരായണി എന്ന കഥാപാത്രം ഉള്ളത് ബഷീറിൻ്റെ ഏത് നോവലിലാണ്? ഉത്തരം മതിലുകൾ. ബഷീറിൻ്റെ പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിച്ച ആദ്യ നോവൽ ഏതു പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം പ്രേമലേഖനം. സർപ്പയജ്ഞം എന്ന ബഷീർ കൃതി ഏതു സാഹിത്യ വിഭാഗത്തിൽ ഉൾപ്പെടുന്നു? ഉത്തരം ബാലസാഹിത്യം. ബഷീർ എഴുതുമ്പോൾ വാക്കുകൾ വിറച്ചിരുന്നു. ഇങ്ങനെ പറഞ്ഞ നിരൂപകൻ ആരാണ്? ഉത്തരം M.N. വിജയൻ. എട്ടുകാലി മമ്മൂഞ്ഞ് എന്ന കഥാപാത്രം ബഷീറിൻ്റെ ഏത് കൃതിയിലേതാണ്? ഉത്തരം ആനവാരിയും പൊൻകുരിശും. M.K. സാനു ബഷീറിനെ വിശേഷിപ്പിച്ചത് എങ്ങനെയാണ്? ഉത്തരം ഏകാന്തവീതിയിലെ അവധൂതൻ. ബഷീറിൻ്റെ ഏത് കൃതിക്കാണ് പെണ്ണുങ്ങളുടെ ബുദ്ധി എന്നുകൂടി പേരുള്ളത്? ഉത്തരം പാത്തുമ്മയുടെ ആട്. അപ്പോൾ കൂട്ടുകാരെ, ഈ ഒരു വീഡിയോയിൽ 10 ക്വസ്റ്റ്യൻസാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മുടെ സെക്കൻഡ് ചാനലിൽ, അതായത് ഇപ്പോൾ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതായത് 19 മിനിറ്റുള്ള വീഡിയോ ആണ്. ആ വീഡിയോ കൂട്ടുകാർ ഇപ്പോൾ തന്നെ താഴെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ആ വീഡിയോ മുഴുവനായിട്ടും കണ്ട് ക്വിസ് മത്സരത്തിന് പോകുന്നതിന് മുമ്പ് പഠിക്കുക. അതിലുള്ള ചോദ്യം മാത്രമേ കൂട്ടുകാർക്ക് ക്വിസ് മത്സരത്തിൽ കാണാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ തന്നെ കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുള്ള ഒരു ലിങ്കിൽ പ്രവേശിച്ചുകൊണ്ട് കൂട്ടുകാർ ആ വീഡിയോ മുഴുവനായിട്ടും കാണുക. വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ സെക്കൻഡ് ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി ശ്രദ്ധിക്കുക. അതിലൂടെ ഒരുപാട് വീഡിയോസ് വരുന്നതായിരിക്കും. അതുപോലെ ജൂലൈ 6 നടക്കുന്ന ക്വിസ് മത്സരവുമായിട്ട് ബന്ധപ്പെട്ട വിശദാംശങ്ങളൊക്കെ അതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.